ഒരു ദ്വീപിൽ കുള്ളന്മാർ വസിക്കുന്നു. സ്ത്രീകൾ സാധാരണ ഉയരമുള്ളവരാണെങ്കിലും പുരുഷന്മാരെല്ലാം കുള്ളന്മാരാണ്. ദ്വീപിന്റെ ഭരണാധികാരിയായ വലിയ വാമന തിരുമനസ്സു തന്റെ 5 പെൺമക്കളുടെ കൈകൾക്കായി മത്സരിക്കുന്നതിനായി വിവിധ രാജകുമാരന്മാരെ തന്റെ തലസ്ഥാന നഗരമായ വാമനപുരിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ 4 പെൺമക്കളുടെ വിവാഹനിശ്ചയം കഴിഞ്ഞു. എന്നാൽ ഇളയ രാജകുമാരിയായ രാധയ്ക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല. എന്നിരുന്നാലും രാധയുമായി പ്രണയത്തിലായ തന്റെ അനന്തരവനും അനന്തരാവകാശിയുമായ ഗജേന്ദ്രൻ രാജകുമാരനുമായി അവളുടെ വിവാഹനിശ്ചയം നടത്താൻ തീരുമാനിക്കുന്നു. വിവാഹനിശ്ചയം ആഘോഷിക്കുന്നതിനായി രാജാവ് ഒരാഴ്ച ആഘോഷം നടത്താൻ ഉത്തരവിട്ടു. അതിനിടെ ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യുന്ന ഗൗതം, മുഹമ്മദ് എന്നീ 2 പേർ കരയിൽ ഒലിച്ചുപോയി. അവരെ ഭൂതങ്ങളെന്ന് വിശ്വസിക്കുന്ന ഗജേന്ദ്രനും ദ്വീപ് നിവാസികളും ചേർന്ന് കൊല്ലുന്നു. ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്യുന്ന ഹരി, മാധവൻ, ജോസഫ്, ചന്ദ്രപ്പൻ എന്നിവരും ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ തങ്ങളുടെ സഖാക്കളുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കുകയും കുള്ളന്മാരിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുന്നു. കാട്ടിലെ ഒരു പഴയ ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കാൻ അവർ തീരുമാനിക്കുന്നു. ഗന്ധർവന് ബലിയായി മല്ലിക ഭക്ഷണം നൽകുമ്പോൾ ഹരിയും സുഹൃത്തുക്കളും മല്ലിക അറിയാതെ അത് കഴിക്കുന്നു. ഇത് ഗന്ധർവനാണ് നിവേദ്യം കഴിച്ചതെന്ന് അവളെ വിശ്വസിപ്പിച്ചു. ക്ഷേത്രം പര്യവേക്ഷണം ചെയ്യുന്നതിനിടയിൽ രാധക്ഷേത്രത്തിൽ ഹരിയെ കാണുകയും ഉയരം കാരണം അവനാണ് യഥാർത്ഥ ഗന്ധർവനെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരും പ്രണയത്തിലാകുന്നു. തങ്ങളുടെ ഒളിത്താവളം വെളിപ്പെടുത്തരുതെന്ന് ഹരി രാധയോട് അപേക്ഷിക്കുന്നു. രാധ സമ്മതിച്ചു. ഭക്ഷണവുമായി പിന്നീട് തനിയെ വന്നു. രാധ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ ഗജേന്ദ്രൻ അവളെ പിടികൂടി. എന്തിനാണ് ഇത്രയും വൈകി ക്ഷേത്രത്തിലെത്തിയതെന്ന് ഗജേന്ദ്രൻ ചോദിക്കുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ രാധ ഗജേന്ദ്രനോട് തന്റെ ഒരു സ്വപ്നത്തിൽ ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുകയും തന്നെ ക്ഷേത്രത്തിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ അസുഖം നടിക്കുന്നു. ഗന്ധർവനെ പുറന്തള്ളാൻ ഒരു പൂജ നടത്താൻ രാജകീയ പുരോഹിതൻ രാജാവിനോട് പറയുന്നു. ഗന്ധർവനു രാധയുണ്ടെന്നു മനസ്സിലാക്കിയതിൽ ക്രുദ്ധനായ ഗജേന്ദ്രൻ വേഷം മാറിയ ഹരിയെ കണ്ട് ഭയന്ന് സത്യം അറിയാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുന്നു. രാധ മല്ലികയോട് പുരുഷന്മാരെക്കുറിച്ച് പറയുകയും അവരെ സഹായിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. പുരുഷന്മാർക്ക് കണ്ണിൽപ്പെടാതിരിക്കാൻ അവർ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു. പുരുഷന്മാർ രാധയെ സുഖപ്പെടുത്തുന്നതായി നടിക്കുന്ന വിശുദ്ധരുടെ വേഷം ധരിക്കുന്നു. മാധവൻ രാജാവിനെപ്പോലെയാണെന്ന് എല്ലാവരും കണ്ടെത്തി. നന്ദിനിമിത്തം രാജാവ് അവരെ ഔദ്യോഗിക രാജകീയ പുരോഹിതന്മാരാക്കുന്നു. എന്നിരുന്നാലും ഹരിയും സുഹൃത്തുക്കളും വഞ്ചകരാണെന്ന് രാജാവ് കണ്ടെത്തി. ഹരിയും സുഹൃത്തുക്കളും രാജാവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു ബാരലിൽ ഒളിപ്പിച്ചു. എന്തു ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. രാജകുമാരി അവരുടെ കൈക്കാരിയായ മല്ലികയ്ക്കൊപ്പം അവരുടെ ദേവനായ ഗന്ധർവന്റെ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. മല്ലിക രഹസ്യമായി രാജാവിന്റെ യജമാനത്തിയാണ്. എന്നിരുന്നാലും രാജാവിന്റെ 2 ഭാര്യമാരിൽ ഒരാൾ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുമെന്ന് ഇരുവരും ഭയപ്പെടുന്നു. വഴിയിൽ രാജകുമാരിമാരും മല്ലികയും ദേവമ്മ എന്ന ജ്ഞാനിയായ സ്ത്രീയെ കാണുന്നു. ദേവമ്മ അവരോട് ഗന്ധർവനെക്കുറിച്ച് പറയുന്നു. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഗന്ധർവൻ രാജാവിന്റെ പുത്രിയെ പ്രണയിച്ചു. മകളുടെ കമിതാവ് ഇതറിഞ്ഞ് ഗന്ധർവനെ കൊല്ലാൻ മന്ത്രവാദം ആസൂത്രണം ചെയ്തു. എന്നിരുന്നാലും മകൾ മന്ത്രവാദം മോഷ്ടിച്ച് ഗന്ധർവനെ ഏൽപ്പിച്ചു. കോപത്തിൽ ഗന്ധർവൻ ദ്വീപിലെ എല്ലാ മനുഷ്യരെയും വാമനന്മാരാക്കാൻ ശപിച്ചു. കൂടാതെ ഏതൊരു മനുഷ്യനും തന്റെ ക്ഷേത്രത്തിനുള്ളിൽ കാലുകുത്തിയാൽ അവന്റെ തല പൊട്ടിത്തെറിക്കാൻ അവൻ വിധിച്ചു. രാജാവിന്റെ പുത്രിയോടുള്ള കൃതജ്ഞതയാൽ ഗന്ധർവൻ 1000 വർഷം ദ്വീപിനെ സംരക്ഷിക്കാൻ സമ്മതിച്ചു. 1000 വർഷങ്ങൾ കടന്നുപോയി. ദ്വീപിനെ ഒരിക്കൽ കൂടി ദുർബലമാക്കുന്നുവെന്ന് ദേവമ്മ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. രാജാവിന്റെ അഭാവത്തിൽ ഗജേന്ദ്രൻ സിംഹാസനം ഏറ്റെടുക്കുന്നു. അവൻ ഹരിയെയും രാധയെയും സംശയിക്കുകയും രാധയെ വിവാഹം കഴിക്കാൻ അവനെ രാജാവായി കിരീടധാരണം ചെയ്യാൻ സന്യാസിമാരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഗജേന്ദ്രന്റെ പട്ടാഭിഷേക ചടങ്ങിനിടെ രാജാവ് രക്ഷപ്പെടുന്നു. അവിടെ വന്ന് ഗജേന്ദ്രനെ അവന്റെ സ്ഥാനത്ത് കാണുമ്പോൾ ഗജേന്ദ്രൻ രാജാവാകാൻ രാജാവിനെ തട്ടിക്കൊണ്ടുപോകാൻ അവരുമായി കൂട്ടുകൂടിയതായി അയാൾ കരുതുന്നു. എന്നാൽ രാധയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് താൻ അത് ചെയ്തതെന്ന് ഗജേന്ദ്രൻ പറയുന്നു. രാജാവ് വിശുദ്ധരെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുകയും അവരെ ഒളിക്കാൻ രാധ സഹായിക്കുകയും ചെയ്തു. ഹരി അവളെ വശീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി എല്ലാവരും കരുതുന്നു. ഹരിയുടെയും സുഹൃത്തുക്കളുടെയും വധശിക്ഷയ്ക്ക് രാജാവ് ഉത്തരവിട്ടു. അവർ 4 പേരും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുന്നു. കുള്ളന്മാർ വധശിക്ഷ നടപ്പാക്കാൻ പോകുമ്പോൾ ഭീമാകാരമായ നരഭോജികൾ അവരെ ആക്രമിക്കുകയും മിക്ക പുരുഷന്മാരെയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. ഹരിയും സുഹൃത്തുക്കളും രാജാവിന്റെ അനുമതിയോടെ രക്ഷപ്പെടുകയും തുടർന്ന് നരഭോജികളെ പരാജയപ്പെടുത്തുകയും അങ്ങനെ രാജ്യം രക്ഷിക്കുകയും ചെയ്യുന്നു. രാജാവ് അവരോട് ക്ഷമിക്കുകയും രാധയോടൊപ്പം അവരുടെ നാട്ടിലേക്ക് കപ്പൽ കയറാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ വിസമ്മതിക്കുകയും രാജ്യത്തിന് രാജകുമാരിയെ ലഭിക്കാൻ അവളെ അവർക്ക് നൽകുകയും ചെയ്തു. അവർ പോകാനൊരുങ്ങിയപ്പോൾ ഗജേന്ദ്രൻ അവരെ തടഞ്ഞു നിർത്തി പറഞ്ഞു. അവരുടെ ലോകത്ത് മനുഷ്യരായി കുള്ളന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് താൻ ആദ്യം കരുതിയതെന്നും എന്നാൽ ഇപ്പോൾ അവർ ദൈവത്തിന് ഒന്നുമല്ലെന്നും ഇപ്പോൾ തനിക്ക് മനസ്സിലായത് ദൈവമാണെങ്കിലും മനുഷ്യഹൃദയമാണെന്നും പറഞ്ഞു. അവരെ ശപിച്ചു. ഗജേന്ദ്രൻ രാധയെ അവളുടെ ഗന്ധർവൻ ഹരിയെ ഏൽപ്പിച്ചു. എന്നിട്ട് എല്ലാവരും അവളോടൊപ്പം പോകുന്നു.